പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഞാൻ അധികം മൈൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു വഴുതനങ്ങ. പക്ഷേ ഈ ഒരു ഐറ്റം കഴിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി എനിക്ക് ആളെ വേണ്ടത്ര പരിചയമില്ലായിരുന്നു എന്ന് തന്നെ. നിങ്ങൾക്ക് അങ്ങനെ ആകണം. ഈ മീൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ ഇതൊക്കെ മാത്രമേ വലിയ ടേസ്റ്റുള്ളൂ എന്ന് നമ്മൾ കരുതിയിരുന്നത്. അങ്ങനെയല്ല കേട്ടോ. വഴുതനങ്ങയും കൊണ്ട് ഫ്രൈ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ അല്ലെന്നേ, വെറുതെ കഴിക്കാൻ തന്നെ എന്നാ ടേസ്റ്റാണെന്നറിയോ. വഴുതനങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വട്ടത്തിലരിയണം, ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ. അതിനുശേഷം നമ്മൾ മസാലയൊക്കെ റെഡിയാക്കത്തില്ലേ, മീനും ചിക്കനും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, കുറച്ച് അരിപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതിനകത്തേക്ക് പുരട്ടി കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുത്ത് കരിയാപ്പില മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന ഓരോ പീസും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ മീനും ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡ് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇത് വെറുതെ അല്ല, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക്